തിരുവനന്തപുരം കോലിയക്കോട്ട് ബൈക്കിന് പിന്നിൽ KSRTC ബസ്സിടിച്ച് ഗൃഹനാഥയ്ക്ക് ദാരുണാന്ത്യം. കോലിയക്കോട് സ്വദേശി 42 വയസ്സുകാരിയായിട്ടുള്ള ഗംഗയ്ക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്ദു, എപ്പോഴാണ് അപകടമുണ്ടായത്? തൽക്ഷണ മരണം സംഭവിക്കുകയായിരുന്നു. അക്ഷയ, വെഞ്ഞാറമൂട് കോയിലക്കോടാണ് KSRTC ബസ് ബൈക്ക് യാത്രികരുടെ പിന്നിലിടിക്കുന്നത്. ഈ പറയുന്ന 42 വയസ്സുകാരി ഗംഗയും 17 വയസ്സുകാരൻ മകൻ അമർനാഥും കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇവര് പോത്തൻകോട് ഭാഗത്തു നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരികയായിരുന്നു. അതേ വഴിയിൽ കൂടെ സഞ്ചരിച്ച് വന്ന KSRTC ബസ്സാണ് ഇവരുടെ സ്കൂട്ടറിന് പിന്നിലിടിക്കുന്നത്. അപകടം സംഭവിച്ച ഉടനെ തന്നെ ഗംഗയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമർനാഥ് നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ കോയിലക്കോട് ഭാഗത്തു നിന്നും അവിടെ വലതുവശത്തേക്ക് തിരിഞ്ഞാൽ മൺവിളവുകൾ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അവിടേക്ക് സ്കൂട്ടർ തിരിയുന്നതിനിടയിൽ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നും ഒരു കാർ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് തന്നെ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു കൺഫ്യൂഷനാണ്, എങ്ങോട്ട് തിരിയണമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൺഫ്യൂഷനാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് ബസ് വന്ന് പിന്നിലിടിക്കുകയും ഇടിച്ച് മുൻവശത്തിരുന്ന ഗംഗ തെറിച്ചുപോയി കാറിന്റെ മുന്നിലേക്ക് വീഴുകയുമായിരുന്നു ചെയ്തിട്ട്. അത്തരത്തിലാണ് അപകടം സംഭവിച്ചത്. നല്ല രീതിയിൽ തന്നെ ഗംഗയ്ക്ക് പരിക്കേറ്റിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷപ്പെട്ടില്ല. അക്ഷയ്, തീർച്ചയായും ജീവൻ രക്ഷപ്പെടുത്താൻ